അത്രമേൽ ഗൗരവമേറിയ എന്നാൽ മനോഹരമായൊരു യാത്രയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒന്നാണ് നമ്മുടെ അസ്തിത്വം. രാവിലെ ഉണരുന്നു, ജോലിക്കു പോകുന്നു, പണം സമ്പാദിക്കുന്നു, ഉറങ്ങുന്നു. ഈ ചക്രത്തിനിടയിൽ പെട്ടുപോകുന്ന നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഹോവാർഡ് ഗാർട്ട്നർ ഒരു വലിയ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മനുഷ്യന് വെറും കണക്കിലെയും ഭാഷയിലെയും മിടുക്ക് മാത്രമല്ല ഉള്ളത്. അതിനെല്ലാം അപ്പുറത്ത് അസ്തിത്വബുദ്ധി അഥവാ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന 9ാമത്തെ ബുദ്ധിശക്തി കൂടി നമുക്കുണ്ട്. എന്താണ് ഈ അസ്തിത്വബുദ്ധി? കണ്ണുകൊണ്ട് കാണുന്നതിനും അപ്പുറം ചിന്തിക്കാനുള്ള കഴിവാണ്. ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെക്കുറിച്ചും ആഴത്തിൽ ആലോചിക്കുന്നവർക്ക് ഈ ബുദ്ധി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വലിയ തത്വചിന്തകരും ആത്മീയ നേതാക്കളും ശാസ്ത്രജ്ഞരുമെല്ലാം സാധാരണക്കാർ കാണാത്ത ലോകങ്ങളെ കാണുന്നത്. ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ വീഴുന്നത് കണ്ടപ്പോൾ അതിനെ കേവലം ഒരു കാഴ്ചയായി തള്ളിക്കളഞ്ഞില്ല, മറിച്ച് എന്തുകൊണ്ടിത് താഴേക്ക് തന്നെ വീഴുന്നു എന്ന അസ്തിത്വപരമായ ചോദ്യമാണ് ഗുരുത്വാകർഷണം എന്ന വലിയ സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഐക്യു അളക്കാൻ നമുക്കൊരുപാട് സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഉയർന്ന ഐക്യു ഉള്ള പലരും ഇന്ന് മാനസികമായി തളർന്നിരിക്കുന്നതും വിഷാദത്തിലേക്ക് വഴുതി വീഴുന്നതും നമ്മൾ കാണുന്നില്ലേ? ഇവിടെയാണ് ഇക്യു അഥവാ വൈകാരിക ബുദ്ധിയുടെയും അസ്തിത്വബുദ്ധിയുടെയും പ്രസക്തി. ജീവിതം പരാജയപ്പെടുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ജീവിതം ഇത്രയൊക്കെയുള്ളൂ എന്ന് പറഞ്ഞ് തളരാതെ ജീവിതത്തെ വിശാലമായി നോക്കിക്കാണാൻ അസ്തിത്വബുദ്ധി നമ്മെ സഹായിക്കും. നിങ്ങളുടെ ഉള്ളിലെ ഈ ബുദ്ധിശക്തിയെ തൊട്ടുണർത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വരൂ, നമുക്ക് ഈ യാത്ര തുടരാം. ഈ ബോധം ഒരാളുടെ ഉള്ളിൽ ഉണർന്നാൽ പിന്നെ അയാൾക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അവിടെയാണ് സ്നേഹവും കരുണയും ധാർമ്മികതയും ജനിക്കുന്നത്. അതുകൊണ്ടുതന്നെ അസ്തിത്വബുദ്ധി എന്നത് വെറുമൊരു അറിവല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാണ്. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് എങ്ങനെ ഇത് വളർത്തിയെടുക്കാം എന്ന്. ഇത് ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി. അതിനായി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ചിന്താപരമായ വായനയാണ്. ജീവിതത്തെയും പ്രപഞ്ചത്തെയും കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച മനുഷ്യരുടെ പുസ്തകങ്ങൾ വായിക്കുക. അവരിലൂടെ പുതിയൊരു ലോകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. രണ്ടാമത്തേത് മൗനമാണ്. ഈ ശബ്ദായമാനമായ ലോകത്ത് ദിവസവും കുറച്ചു സമയം നിശബ്ദനായിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തെയും ഉള്ളിലെ ചിന്തകളെയും നിരീക്ഷിക്കുക. ആ മൗനത്തിലാണ് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. മൂന്നാമതായി, ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരിക്കലും ഭയപ്പെടരുത്. ലോകം നിങ്ങളെ കാണിച്ചു തരുന്നത് അതുപോലെ വിഴുങ്ങാതെ ഇതിന്റെ അർത്ഥമെന്താണ് എന്ന് സ്വയം ചോദിക്കുക. അവസാനമായി പ്രകൃതിയിലേക്ക് നോക്കുക. ഒരു ചെറിയ പൂവ് വിരിയുന്നത് മുതൽ നക്ഷത്രങ്ങൾ മിന്നുന്നതുവരെ ശ്രദ്ധിക്കുക. ആ താളം തിരിച്ചറിയുമ്പോൾ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാകും. കൂട്ടുകാരെ, പരീക്ഷയിലെ ഉയർന്ന മാർക്കോ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയോ ബാങ്ക് ബാലൻസോ അല്ല നിങ്ങളുടെ വിജയത്തിന്റെ അളവുകോൽ, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം മനുഷ്യത്വമുണ്ട് എന്നതിലാണ് നിങ്ങളുടെ വിജയമിരിക്കുന്നത്. ഈ ലോകത്തിന് നിങ്ങൾ എന്ത് നൽകി? എത്ര പേരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? നിങ്ങളുടെ അസ്തിത്വം മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഇന്നു മുതൽ വെറുമൊരു യന്ത്രമായി ജീവിക്കാതെ ഒരു ചിന്തയുള്ള മനുഷ്യനായി നമുക്ക് മാറാം. ഉള്ളിലെ ആ 9ാമത്തെ ബുദ്ധിശക്തിയെ നമുക്ക് തട്ടിയുണർത്താം. ജീവിതമെന്നതൊരു യാത്രയാണ്. ആ യാത്രയുടെ അർത്ഥം കണ്ടെത്തുന്നത് നിങ്ങളാണ്. ഓരോ നിമിഷവും ആസ്വദിക്കുക, അറിവ് നേടുക, സ്നേഹം പങ്കുവയ്ക്കുക. ഓർക്കുക, നിങ്ങൾ അദ്വിതീയനാണ്. നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ പൂർണ്ണത.